പകലോമറ്റത്ത് കബറടങ്ങിയിരിക്കുന്ന മാർ ഗീവർഗീസ് നാമധാരികൾ ഉൾപ്പെടെയുള്ള അർക്കദിയാക്കോന്മാരുടെയും അങ്കമാലിയിൽ കബറടങ്ങിയിരിക്കുന്ന അർക്കദിയാക്കോന്മാരുടെയും ദുക്രാന സഭാപിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ ആചരിച്ചു. അഭിവന്യ മെത്രാന്മാരുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ വിശ്വാസികൾ അർക്കദിയാക്കോന്മാരുടെ പുണ്യകബറുകളിൽ ധൂപാർപ്പണം നടത്തിയതിനു ശേഷം തറവാട് പള്ളിയിൽ പുരാതന ക്രമത്തിലുള്ള യാമ നമസ്കാര ശുശ്രൂഷ നിർവഹിച്ചു. യാമപ്രാർത്ഥനയ്ക്ക് ശേഷം അനുരഞ്ജന പ്രഭാഷണങ്ങൾ നടത്തി. യൂറോപ്യൻ മിഷണറിമാരുടെ നിയന്ത്രണം ശക്തമായി തീർന്ന 17-ാം നൂറ്റാണ്ട് വരെ മാർത്തോമ നസ്രാണികൾ ഒറ്റ സമുദായവും സഭയുമായി നിന്നിരുന്ന കാലത്ത് പള്ളിയോഗത്തിന്റെ അധ്യക്ഷനും അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി മാർത്തോമ നസ്രാണികളെ നയിച്ച അർക്കദിയാക്കോന്മാരെക്കുറിച്ച് കൂടുതൽ പഠിച്ചെടുത്താലേ അവരുടെ പ്രസക്തി മനസ്സിലാവുകയുള്ളൂ എന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ സൂനകദോ സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന ബിഷപ്പുമായ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. വിവിധ അർക്കദിയാക്കോന്മാരുടെ ചരിത്ര കാലഘട്ടങ്ങളും പ്രധാന സംഭവങ്ങളും ഉദയംപേരൂർ സൂനകദോസ്, മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻകുരിശ് സത്യം, ആലങ്ങാട് നടന്ന മെത്രാൻ വാഴിക്കൽ ചടങ്ങ് തുടങ്ങിയവയെക്കുറിച്ചും തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത വിശദീകരിച്ചു. 1490-നും 1599-നും ഇടയിലായിട്ട് അനേകം അർക്കദിയാക്കന്മാർ ഈ സഭയ്ക്ക്, ഈ സഭാ സമൂഹത്തിന് വലിയ നേതൃത്വം നൽകിയിട്ടുണ്ട്. അവരിൽ ഏറ്റവും കൂടുതലായിട്ട് നാം അറിയുന്നത് ഗീവർഗീസ് അർക്കദിയാക്കോനെയും തോമസ് അർക്കദിയാക്കനും പിന്നീട് മാർത്തോമ ഒന്നാമനായി തീർന്ന അദ്ദേഹത്തെയുമാണ് ചരിത്രത്തിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതായാലും ഈ അർക്കദിയാക്കന്മാർ പൊതുസഭയുടെ നേതാക്കന്മാരായിരുന്നു. ഭൗതിക കാര്യങ്ങളിൽ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ബിഷപ്പില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും അവർ ഈ സമൂഹത്തിൻ്റെ ആത്മീകവും സാമൂഹികവുമായ കാര്യങ്ങളെ നോക്കി നടത്തിയവരാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവർ നൽകിയിട്ടുള്ളതായ വിലപ്പെട്ട സംഭാവനകളെ സംബന്ധിച്ച് പല ചരിത്രകാരന്മാരും എഴുതിയിട്ടുണ്ട്. എന്നാൽ കൂടുതലായിട്ടുള്ള അന്വേഷണം ഈ ദിശയിൽ ആവശ്യമായിട്ടുണ്ട് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സീറോ മലബാർ സഭയുടെ കൂരിയ ബിഷപ്പ് അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വാണിയമ്പുരയ്ക്കൽ അർക്കദിയാക്കോന്മാരെ സഭയുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെയും ഇത്തരത്തിലുള്ള ഓർമ്മയാചരണങ്ങൾ നടത്തുന്നതിൻ്റെയും സാങ്കത്യത്തെക്കുറിച്ച് അനുഗ്രഹ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. കുറവലങ്ങാട് സീറോ മലബാർ സഭയുടെ മാത്രമല്ല എല്ലാ മാർത്തോമ നസ്രാണികളുടെയും തറവാടാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അർക്കദിയാക്കോന്മാര് ഇവിടെ ഭൗതിക കാര്യ നിർവാഹകരായിട്ട് ദേശങ്ങളിൽ നിന്ന് ഇവിടെ ആത്മീയ പിതാക്കന്മാരായിട്ട് മെത്രാന്മാർ വന്നിരുന്ന കാരണം അവർ ആത്മീയ ശുശ്രൂഷകൾക്കായിട്ട് വന്നിരുന്നു. ഇവിടുത്തെ ഭൗതിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന ചിലതൊക്കെ എടുത്ത് സൂചിപ്പിച്ചു. പള്ളികളുടെ ഭരണ നിർവഹണം, ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പോലും അറിയപ്പെട്ടിരുന്ന അവരുടെ ആ ഒരു ടൈറ്റിൽ, ഗവർണർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ടൈറ്റിൽ, ഭരണ നിർവഹണങ്ങൾ അവർ നടത്തിയിരുന്നു. വൈദിക വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിരുന്നു. സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്തു. അങ്ങനെ വലിയ അർപ്പണ ബോധത്തോടുകൂടി ജീവിച്ച ആളുകളാണ് അവർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. അവരെ നമ്മൾ മറക്കുന്നില്ല എന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്നിവിടെ കാണുന്നത്. അപ്പം നമ്മൾ കുർബാനയിലെ പ്രാർത്ഥന, ആദ്യം ഉദ്ധരിച്ച പ്രാർത്ഥനയിൽ പോലെ ഇവരെല്ലാം ഓർക്കുന്നതോടൊപ്പം പ്രത്യേകിച്ചും കുറവിലങ്ങാട് പ്രദേശവാസികൾക്കൊക്കെ കൂടുതലായിട്ടും ഇങ്ങനെ തങ്ങളുടെ ജീവിതം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഈ ആളുകളെ ഓർക്കാനായിട്ട് ഉള്ള നല്ല അവസരങ്ങൾ ഇവിടെ സംജാതമാവുകയാണ്. പകലോമറ്റം ഇനിയും വളർത്തിയെടുക്കേണ്ട ഒരു നസ്രാണി കേന്ദ്രമാണെന്ന് പാലാ രൂപത വികാരി ജനറൽ ബഹുമാനപ്പെട്ട മലയപ്പറമ്പിൽ ജോസഫ് അച്ഛൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. പകലോമറ്റം ഒരു പുണ്യഭൂമിയാണെന്നും നാനാജാതി മതസ്ഥർ പണ്ടുകാലം മുതലേ വന്ന് തിരിതെളിച്ചും മറ്റ് പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും പകലോമറ്റം തറവാട്ടിലെ ബഹുമാനപ്പെട്ട കോട്ടയിൽ ജോസഫ് അച്ഛൻ അനുസ്മരിച്ചു. കുറവലങ്ങാട് മർത്തമറിയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അർക്കദിയാക്കോൻ ഫൊറോന തീർത്ഥാടന പള്ളി വികാരിയും ആർച്ച് പ്രീസ്റ്റുമായ ബഹുമാനപ്പെട്ട മേനാച്ചേരി തോമസ് അച്ഛൻ, സീറോ മലബാർ സഭയുടെ എക്യുമെനിക്കൽ സിനഡൽ കമ്മീഷൻ സെക്രട്ടറി തയ്യിൽ സിറിൽ തോമസ് അച്ഛൻ, നസ്രാണി സമുദായ മുന്നേറ്റത്തിന്റെ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന ശ്രീ സെന്നിച്ചൻ ചോതിരക്കുന്നേൽ, ഷെവലിയർ ഉമ്മച്ചൻ വേങ്കടത്ത്, ശ്രീ ജൂലിയാൻ വെട്ടൂർ ഉൾപ്പെടെ നിരവധി സുറിയാനി സഭകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധി പേർ ദുക്രാന ആചരണത്തിൽ പങ്കുചേർന്നു. ഷിക്കേന ന്യൂസ്, കോട്ടയം.